വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഒരുപാട് മാറിപ്പോയി കിരൺ. ഇപ്പോൾ പ്രേക്ഷകരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് ചാനൽ മുന്നിൽ പിടിച്ചിരുത്താന്നാ എല്ലാ ന്യൂസ് ചാനലുകളും നോക്കുന്നത്. അത് ശരിയാ. അത് പിന്നെ എന്താ ദുർഗ? മോളെ കാണുന്നില്ല കിരൺ. എന്താ ദുർഗ എന്തായി പറയുന്നത്? എന്റെ മോളെവിടെ പോയി? ചേട്ടാ വാ, നമുക്ക് നോക്കാം. ഞാനൊന്ന് ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ട് വരാം. നിങ്ങളൊന്ന് നോക്ക്. ചേട്ടാ വാ മോനെ. ഹലോ ദുർഗ. ചേച്ചി എന്താ ദുർഗ? ധ്വനിമോളെ കാണുന്നില്ലെന്നോ? ഞാൻ അങ്ങോട്ട് വരാം, വേഗം വരാം. ഓക്കെ, ശരി ചേച്ചി. ചെറിയച്ച, ചെറിയച്ച, എന്താ മോളെ? ചെറിയച്ച, ധ്വനിമോളെ സ്കൂളിൽ നിന്ന് കാണുന്നില്ലെന്ന് ദുർഗ വിളിച്ചു പറഞ്ഞു. കാണാനില്ലെന്നോ? അതെ ചെറിയച്ച. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. എന്റെ മോള് ഈശ്വര. നീ വിഷമിക്കണ്ട, മോക്കൊന്നും സംഭവിക്കില്ല. ചെറിയച്ച, മോള് സ്കൂളിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എനിക്ക് പേടിയാവുന്നു ചെറിയച്ച. ഇതെന്താ? സ്കൂളിലുള്ളവർക്ക് എന്താ അത്ര ഉത്തരവാദിത്തമില്ലേ? അവരെ വിശ്വസിച്ചല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് പറഞ്ഞു കൊടുത്തത്. എന്താ എന്താ പ്രശ്നം? ചെറിയമ്മ, ധ്വനിമോളെ സ്കൂളിൽ നിന്ന് കാണാനില്ലെന്ന് ഇപ്പോ ദുർഗ വിളിച്ചു പറഞ്ഞു. അയ്യോ, പൃഥ്വി, പൃഥ്വി. മോള് സ്കൂളിലില്ലാതെ പിന്നെ അവളിത് എങ്ങോട്ട് പോനാ? എനിക്കൊന്നും അറിയില്ല ചെറിയമ്മ, ദുർഗ വിളിച്ചു പറഞ്ഞതാ. എന്റെ മോള്. പൃഥ്വി, എന്താ സംഭവം? എനിക്കറിയില്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ട് ആവശ്യമില്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുതെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോഴൊന്നും അതിന് ഒരു വിലയും തന്നിട്ടില്ല. അതെ, ആ മിനിസ്റ്ററൊക്കെ വലിയ വലിയ കണക്ഷൻസ് ഉള്ള ആളുകളാ. അവരെ പിണക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് ചേച്ചിയോട് എത്ര വട്ടം പറഞ്ഞതാ? കിരണിന്റെയും ദുർഗയുടെയും വാക്ക് കേട്ടിട്ടേ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത് പാവ ധ്വനിമോളല്ലേ? സംഭവിക്കാനുള്ളല്ല സംഭവിച്ചു. ഇനി പഴി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ധ്വനിമോളെ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോ തന്നെ സ്കൂളിലേക്ക് ഒന്ന് പോവാ. മോളെ നീ തനിച്ചു പോകണ്ട, ഞങ്ങളിവിടെ വരാം. ആ അതെ ചേച്ചി, സ്കൂളിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. പൂർണിമേ, ഇനി ചിലപ്പോ ധ്വനിമോളെ സഞ്ജയ് കൂട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ?